നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ കിച്ചണിലാണ് നിൽക്കുന്നത്. ലോക്ക്ഡൗൺ ആയ കാരണം സ്കൂളെല്ലാം അടഞ്ഞിരിക്കുന്ന കാരണം സാറ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുക. അപ്പം സാറ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ കൂടാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്നാ ചെയ്യുന്നത് സാറ? എഗ് ഉണ്ട്, ബട്ട് അപ്പം നമ്മൾ എന്നാ ഉണ്ടാക്കുന്നേ? അതെ, ഇന്ന് ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞു കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാറയാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സാറയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം ദ മെയിൻ ഐഡിയ, ഹോൾ ഐഡിയ ബിഹൈൻഡ് ദിസ് വീഡിയോ ഈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമുക്ക് എങ്ങനെ കുട്ടികളെ നമ്മുടെ കൂടെ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആസ് ലോങ് as ഇറ്റ് ഇസ് സേഫ്. അപ്പം കുറച്ച് കാര്യങ്ങൾ നോക്കണം കുട്ടികളെ ഇൻവോൾവ് ചെയ്യുമ്പോൾ. ഒന്ന്, അവർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കണം. സാറയ്ക്ക് സാറ ടി വിയും കണ്ടും മടുത്തു, സാറ ഐപാഡും കണ്ടും മടുത്ത്, അങ്ങനെയെല്ലാം മടുത്തിരിക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി ഈ കാര്യത്തിലേക്ക് കയറുന്നത് കേട്ടോ. അതുപോലെ തന്നെ സൂപ്പർവൈസ്ഡ് ആയിരിക്കണം, എപ്പോഴും പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഓവനൊക്കെ ഞാൻ തന്നെയാണ് ഓവൻ്റെ ഓൺ ചെയ്യുന്നതും അതിൽ വെക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ സാറ വരാറില്ല. ബാക്കി എല്ലാ കാര്യവും പിന്നെ ആസ് ലോങ് as they can follow your instructions and you feel that they are safe, നമുക്ക് ഈ കാര്യത്തിന് ഇവരെ നമ്മുടെ കൂടെ കൂട്ടാം. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. Are you ready? ഓക്കെ, നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത്? നമ്മളൊരു എഗ്ഗാണോ ആദ്യം? നമ്മൾ ആദ്യം എന്താ ഫ്ലവർ എടുക്കത്തില്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഞാനൊരു പാത്രവും ഇവിടെ ചെറിയൊരു അരിപ്പൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ നമുക്ക് ഇത് അരിപ്പയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ആദ്യം ഞങ്ങൾ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. സോ ഫ്ലവർ എന്നാ ഇതൊരു ഹാഫ് കപ്പ്, ചെറിയ കേക്കാണ്, അതിന് ഹാഫ് കപ്പ് ഫ്ലവർ ആയിരിക്കും കേട്ടോ. വെൽ ഡൺ. ഓക്കെ, അതിൽ വേറൊരു കാര്യമുണ്ട്, പിള്ളേരെ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മെസ്സി ആവാൻ സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, മെസ്സി ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത എന്താ നമുക്ക് വേണ്ടേ? സാറ എഗ്ഗിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഇനി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കണ്ടേ. ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ, നമ്മൾ ചോക്ലേറ്റ് കേക്ക് അല്ലേ ഉണ്ടാക്കുന്നേ, അപ്പൊ അത് കാരണം 1 ടേബിൾ സ്പൂൺ നമുക്ക് കൊക്കോ പൗഡർ ഇടാം. ഓക്കെ, 3 എടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് മെഷർമെന്റ്സ് വേണ്ടേ നമുക്ക്? ഓക്കെ ഓക്കെ, ഇട്ടോ, നല്ലോണം ടാപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. അടുത്ത എന്തുവാ? ബേക്കിംഗ് പൗഡർ. അപ്പം ബേക്കിംഗ് പൗഡർ ഈ സ്പൂൺ എടുത്തോളൂ. ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ എടുത്ത് തരട്ടെ, എന്നിട്ട് മോനിട്ടാൽ മതി. ഓക്കെ, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മള് ബേക്കിംഗ് സോഡയാണ്. മമ്മ എടുത്തു തരാം, അതിന്റെ മോൻ ഇട്ടാൽ മതി. അത് ബേക്കിംഗ് സോഡ ഞാൻ 3 ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചെറിയ കേക്കിന് വേണ്ടി ഒരു 1/8 സ്പൂൺ മാത്രം ഇടുന്നത്. ഓക്കെ, ഇനി ഒരു നുള്ളുപ്പ്. അമ്മ ഉപ്പ് ഇത്തിരി ഇടാം, ഇത്തിരിയേ ഉള്ളൂ. അത് മോന്റെ കയ്യിൽ ചിലപ്പോൾ ഒത്തിരി വീണ പോകും. സോ ഓരോ നുള്ളു ഉപ്പ്, എന്നിട്ട് ഇത് നമ്മള് അരിച്ചെടുക്കുക. നമ്മ പിടിച്ച് ഒന്ന് പാത്രമൊക്കെ സൂക്ഷിക്കുന്നുണ്ടാകും. നമുക്ക് ഹൈറ്റൊക്കെ റെഡി ആയിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാം അവിടെ ഇവിടെ ആയിപ്പോകും. ഇനി നെക്സ്റ്റ്, ഇനി വേറെ പാത്രം ഇത് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 തവണ നമ്മൾ പൗഡർ, നമ്മുടെ ഫ്ലവറും എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ
നമ്മൾ അരിച്ച് മാറ്റി വെക്കാം. അടുത്തായിട്ട് എന്താ ചെയ്യണ്ടേ? അടുത്തത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് പാൻ റെഡിയാക്കാം. ഓക്കെ, അപ്പൊ അതിന് എന്താ ചെയ്യണ്ടേ? ഓക്കെ, യു പുട്ട് ബട്ടർ. Well done, Zara. Okay. എഗ്ഗല്ലേ ബട്ടറിന് ഇതിന്റെ സൈഡില്, പാത്രത്തിന്റെ സൈഡില് ബട്ടർ വെക്കണ്ടേ? Yeah, I will. അത് ഇത്രയും കൂടുതലാണ്. തിരിച്ചുണ്ടാക്കി സൈഡിൽ പറ്റില്ല, സ്പ്രെഡ് ചെയ്ത് സൈഡില്. Well done. ഓക്കെ, മതി മതി മതി. കൈ തുടക്കേ, കൈ തുടക്കേ. സാര ഓൾറെഡി ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേ ടിഷ്യൂ യൂസും ആവും, അതുപോലെ തന്നെ ഇവിടെ മൊത്തം മെസ്സി ആവാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളത് കഴിക്കാം. ഓക്കെ, ഇനി എഗ് അല്ലേ? ഓക്കെ, ഇനി അതിന് പാത്രം എടുത്തേ, പാത്രം എടുത്ത് വെക്കണം. ഓക്കെ ഓക്കെ. ഓ, മമ്മയാണ് പൊട്ടിക്കണേ? നിക്ക് നിക്ക്, എടുക്കാം എടുക്കാം. അതെ, അങ്ങനെ നമ്മള് 2 മുട്ട പൊടിച്ചേക്കാം. അപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ 2 മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബീറ്റ് റെഡിയാണ്. ഓക്കെ, സാറാണ് ഹോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ബീറ്റായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് ഞാൻ പതുക്കെ ഇത്തിരി ഷുഗർ ഇടാം. എന്നാൽ സാറ് ബീറ്റ് ചെയ്തോണ്ടിരിക്കും, അമ്മ ഷുഗർ ഇട്ട് തരാം. ഇത്താറ് ഓക്കെ ചെയ്തോ. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇത്തിരി വാനില എസൻസ് ഇടണം. സോ വി ടേക്ക് ദിസ് സ്പൂൺ. ഓക്കെ, ഇത്തിരി വാനില എസൻസ് ഇടണം. നമ്മുടെ മുട്ടയുടെ മണമൊക്കെ ഇത് മാറി കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ആ സ്പൂണിന് മാറ്റി വെക്കാം. Ready now? I will do it. Okay. I will stop.
മുട്ട ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിക്കണം. ഓക്കെ, ആൻഡ് ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആയിരിക്കണം, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ. പക്ഷെ എപ്പോഴും ഓർക്കണം, ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഒഴിക്കില്ല, വേറെ ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിക്കണം. അടുത്തിടുന്നത് നമ്മൾ ഓയിൽ, ഞാനൊരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒഴിച്ചു. അപ്പൊ അടുത്ത സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റ് മമ്മ ഒന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ യൂഷ്വലി നമ്പർ 1 ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്, അത് എത്ര ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റും ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലും കൂടി ഒഴിച്ചിട്ട് ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് കേക്ക് അല്ല, അതിന് ഇത്ര ടേസ്റ്റ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇത്തിരി ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചോട്ടെ. നമ്മുടെ കേക്കിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ടു, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടാം. ഓക്കെ, മമ്മ ഇവിടെ പിടിച്ചു, മോൺ ഓൺ ചെയ്തോ. ഓക്കെ, ഇങ്ങനത്തെ അബദ്ധങ്ങളും പറ്റും കേട്ടോ. ഇങ്ങനത്തെ അബദ്ധങ്ങളും പറ്റും കേട്ടോ. സ്പീഡ് 1 ഇടാൻ തന്നെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആ സ്പീഡൊക്കെ 5 വരെയൊക്കെ എത്താറുണ്ട്. അടുത്തത് ഇപ്പം നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മിക്സ് ചെയ്തു. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഉള്ള ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്തുവാ ചെയ്യുന്നത്? പോറിങ്ങോ? പൗഡർ. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഫ്ലവറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കോക്കോ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അടുത്തിടാൻ പോകുന്നത്. സോ ഞാൻ എല്ലാം കൂടെ ഒറ്റ ബാച്ചിൽ ഇടാറില്ല, ഒരു 2 ബാച്ചൊക്കെ. ചെറിയ കേക്ക് നമ്മൾ 1/2 ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഞാനൊരിക്കലും എല്ലാം ഒറ്റ ബാച്ചിൽ ഇടാറില്ല, ഒരു 2 ബാച്ചിലൊക്കെ ആയിട്ടാണ് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പം യെസ്, ധാരയ്ക്കെല്ലാം തന്നെ ചേർന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ വേറെ രണ്ട്, നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് നല്ലോണം അത് ഫ്ലഫി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഒത്തിരി ഓവർ മിക്സ് ആയിക്കഴിഞ്ഞാലും ശരിയാവത്തില്ല. പക്ഷെ നമ്മൾ ഇപ്പം ഞാനത് കാരണം ഡ്രൈ എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴത്തേക്കിന് വിസ്ക് വെച്ച് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ പ്രശ്നം വരാത്തില്ല, ആ ഫ്ലഫിനെസ് ആയിട്ട് പോവാറില്ല. നമ്മൾ അടുത്ത് ഇട്ടരട്ടെ? ഓക്കെ ഓക്കെ. ഇത്ര നമുക്ക് മിക്സ് ചെയ്യാം. അതെ, പാറ്റ കേക്ക് റൈം അവള് കാണുന്ന റൈംസ് ആണ്, അതുപോലെയാണെന്നാ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം. ലാസ്റ്റ് ബാച്ച് ഇതാണ് ഓക്കെ ചെയ്തോ. പാറ്റ കേക്കിന് പാട്ട് എങ്ങനെയാണ്? And roll it and mark it with the beat. നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വിടാം. How can we going to start? ഇപ്പൊ നമ്മുടെ ബാറ്റർ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ
അടുത്തത് ഇത് നമ്മുടെ പാനിലേക്ക് pour I ചെയ്യാം. will pour it. ഒരു മിനിറ്റ് മമ്മായെ pour ചെയ്തു. പക്ഷെ മമ്മ ഒന്നിതൊന്ന് മിക്സ് ചെയ്യട്ടെ. Yeah, I will mix it. Can I mix this, Mama? അതുപോലെ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഒത്തിരി ഡയറക്ഷൻ ശ്രദ്ധിക്കേണ്ട. പക്ഷെ നമ്മള് സ്പാച്ചുല വെച്ച് ചെയ്യുവാണെങ്കിൽ മിക്സ് ചെയ്ത് സ്പാച്ചുല വെച്ച് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം ഒരേ ഡയറക്ഷനിലേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലഫിനെസ് നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ പാനിലേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, പിള്ളേരുമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് എപ്പോഴും റെഡി ആയിരിക്കണം. ഇത് നല്ല രീതിയിൽ മെസ്സ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അവർക്കൊരു സന്തോഷമല്ലേ. ഈ മമ്മ ഒന്ന് അത് മൊത്തമായിട്ട് വടിച്ചെടുക്കും. Can I do it? It's almost done, Mona. Thanks. Not almost. I will put it in oven. No, oven is not safe for kids. ഓവനകത്ത് മമ്മ വെക്കുന്നത്, ഓക്കെ? No. അതെല്ലോ. Yes. അവനകത്ത് ചൂടല്ലേ, ചൂട് ഫയർ അല്ലേ, അത് തീയല്ലേ ഓവനകത്ത്. സോ ഓവനകത്ത് മമ്മ ഓക്കെ. ഇനി അടുത്ത എന്നാ ചെയ്യുന്നേ? ഇത് ടാപ്പ് ചെയ്യണ്ടേ? Tap for me. യെസ്. ടാപ്പ് ചെയ്ത് അതിനുള്ള എയർ ബബിൾസ് ഒന്ന് ടാപ്പ് ചെയ്ത്. അപ്പൊ നമ്മൾ ഇനി ഇത് ഓവനിലേക്ക് വെക്കാൻ റെഡിയാണ്. Right, Zara, can you open the door for me? Okay. Thank you. I will close it. Okay. Come on, Mama, hold down. അപ്പൊ അങ്ങനെ നമ്മുടെ കേക്ക് ഓവനിൽ വെച്ചിരിക്കുവാണ്. ഞാനത് പറയാൻ മറന്നുപോയി. കേക്ക് ഞാനിവിടെ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്യാസ് ഓവനിൽ ഒരു നമ്പർ 6 ഞാൻ വെക്കുന്നത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം ഒരു നമ്പർ 5 ആണ് ഗ്യാസ് ഹീറ്റിങ്ങിൽ വെക്കുന്നത്. നമ്പർ 5 വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ കേക്ക് റെഡിയാക്കാൻ ഓവനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് പുറത്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡിയാണ്. നമ്മൾ കേക്ക് റെഡിയാണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്വയർ ഇട്ട് ഒന്ന് വരുമ്പോഴത്തേക്കിനും അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ആ കേക്ക് ഇസ് റെഡി. അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡിയായി നമ്മൾ കൂളിംഗ് റാക്കിൽ വെച്ചിരിക്കുകയാണ്. കേക്ക് നല്ലോണം തണുത്തിട്ട് മാത്രമേ ഡെക്കറേറ്റ് ചെയ്യാവൂ എന്നൊരു കാര്യം എപ്പോഴും ഓർക്കണേ. ഈ വീഡിയോയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആഡ് ചെയ്യുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോയും കൂടി നമ്മുടെ ചാനലിലിടാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാറയെ ഞാൻ എൻഗേജ് ചെയ്യുന്നത്. ഞങ്ങൾ ചെറിയ ചെറിയ കുക്കിങ്ങും ചെറിയ ബേക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സാറയെ ഇവിടെ എൻഗേജ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഇനിയും ഞങ്ങളുടെ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.